റിവ്യൂ അല്ല, ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നീ ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു അൺബോക്സിങ്ങും പിന്നെ ഞാൻ ഇരിക്കുന്ന വണ്ടിയുടെ ചെറിയൊരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. നമുക്കപ്പോൾ അവൻ്റെ അടുത്ത് ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ചോദിക്കാം വണ്ടിയുടെ. പിന്നെ ചെറിയൊരു ഓവർവ്യൂവും ചെറിയ രീതിയിലൊരു ഓഫ് റോഡിങ് വീഡിയോ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഫുള്ള് ചെയ്യാം. ഞാൻ ആ വെളിയിലോട്ട് ഇറങ്ങുവാണ്. നമുക്ക് നോക്കാം വണ്ടി ഏതാണെന്ന് അറിയട്ടെ. എനിക്ക് ആദ്യം വണ്ടി ഓഫ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഈ വണ്ടിയുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ് കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ടീസർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അന്ന് നമുക്കത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പം നമ്മുടെ കയ്യിലൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഫോണിനകത്തല്ല ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആദ്യം കണ്ടിട്ട് പോവാം, അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ഇതാണ് ഗോപ്രോയുടെ ഹീറോ 9 ബ്ലാക്ക്. അപ്പോൾ ജസ്റ്റ് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്നു പോകും. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് കിട്ടുമെന്ന് പറയുന്ന ഫ്രണ്ട് അവൻ്റെ ഒരു റിലേറ്റീവ് വഴിയിട്ട് എടുത്തതാണ്, UAE നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ബോക്സ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തൊക്കെ ബോക്സിനകത്ത് വരുന്നുണ്ടെന്ന് നോക്കാം. നമ്മുടെ ഗോപ്രോ ബാഗിനകത്ത് എന്തൊക്കെ വരുന്നതെന്ന് നോക്കാം. ഗോപ്രോ എന്ന് പുറത്ത് എഴുതിയിട്ടുണ്ട്. നല്ലൊരു ചെറിയ ഹാർഡ് കേസാണ്. പിന്നെ ഗോപ്രോ ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് മൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗോപ്രോയുടെ കുറേ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഡീപ്പായിട്ടുള്ള ഒരു അൺബോക്സിങ് ചെയ്യാത്തത്. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെ ഊരാം, ബാറ്ററി ഊരുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുക, ജസ്റ്റ് പുറത്തോട്ട് പുഷ് ചെയ്യുക, എന്നിട്ട് റിട്ടേൺ എടുക്കുക. ബാറ്ററി, പിന്നെ SD കാർഡ്, ചാർജിങ് സ്ലോട്ട്, Type C ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. അടുത്തായിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. എന്നാണ്ട് ഇവിടെ പവർ ബട്ടണും കാര്യങ്ങളും ഇവർക്ക് വരുന്നുണ്ട്. ഓക്കെ, ഓണായി വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല, ഫാസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻസ് നമ്മളിപ്പോൾ 4K 60 ഫ്രെയിം/സെക്കൻഡ് ആണ് ഇട്ടേക്കുന്നത്, വൈഡ്. പിന്നെ കുറേ ഉണ്ട്. ആക്ടിവിറ്റി മോഡിനകത്ത് കിടക്കുന്നത് 2.7K ആണ്, 60 സൂപ്പർ വ്യൂ ആണ് കിടക്കുന്നത്, സിനിമാറ്റിക്, സ്ലോമോ, പിന്നെ 1080p 60 FPS ഉണ്ട്. നമ്മൾ 4K 60 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്കിപ്പം ഇതിപ്പോൾ വൈഡാണ്, ഇനി സൂപ്പർ വ്യൂ ഇടാൻ പറ്റും, കുറച്ചുകൂടെ വൈഡാവും, വൈഡ്. പിന്നെ നോർമൽ മോഡും കാര്യങ്ങളും ഉണ്ട്, ലീനിയർ, ലീനിയർ ഇതാണ് നോർമൽ മോഡ്. നമ്മൾ വൈഡിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹൈപ്പർ സ്മൂത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ. ഓക്കെ, ബൂസ്റ്റ് ഓൺ. ഓക്കെ, ചാർജിങ് ഇപ്പം 46% ഉണ്ട് ചാർജ്. നമുക്ക് ടൈം ലാപ്സ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. വീഡിയോ മോഡുണ്ട്, ഫോട്ടോ മോഡുണ്ട്. ഫോട്ടോയ്ക്ക് ഞാൻ അത്രയ്ക്ക് പ്രിഫർ ചെയ്യില്ല, എങ്കിലും നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫോട്ടോയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ തന്നെ ഇടാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഗോപ്രോയുടെ. നമുക്കിനി ബോക്സിനകത്ത് വന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ചെറുതായിട്ടൊന്ന് നോക്കാം. ഓക്കെ, പവർ ഓഫ് ചെയ്തു, വെച്ചു. ഇനി നമുക്ക് ഗോപ്രോയുടെ ബോക്സിനകത്ത് വന്നിരിക്കുന്നത് 20 MB ക്യാമറയാണ്. പിന്നെ 5K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 4K 60, 1080p 240. നമുക്ക് സ്ലോമോസ് ഒക്കെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ 10 മീറ്റർ വരെ, 10 മീറ്റർ വരെ, അല്ലെങ്കിൽ 33 ഫീറ്റ് വരെ നമുക്ക് അണ്ടർ വാട്ടിൽ യൂസ് ചെയ്യാം. കേസിങ് ഇല്ലാതെ, കേസ് ഇട്ടിട്ട് നമുക്കൊരു 30 മീറ്റർ വരെ യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വോയിസ് കൺട്രോളുണ്ട്, സ്ലോ മോഷൻ ഉണ്ട്, 8x സ്ലോ മോഷൻ വരുന്നുണ്ട്, ഡേറ്റ ഓവർലൈസ് വരുന്നുണ്ട്, ടൈം റാപ്പ് വരുന്നുണ്ട്. ടൈം റാപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഹൈപ്പർ ലാപ്സ് ഒക്കെ ഇല്ലേ ഫോണിൽ വരുന്നത്, അതുപോലത്തെ ഒരു ഓപ്ഷനാണ്. 1080p ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെയെല്ലാം നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. സൂപ്പർ ഫോട്ടോ HDR മോഡിലിട്ട് ഷൂട്ട് ചെയ്യാം. റോ ഫോട്ടോസ് ഉണ്ട്, വെബ് ക്യാം മോഡ് ഉണ്ട്. വെബ് ക്യാം ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം. ഇവിടെ തന്നെ ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ് വന്നിരിക്കുന്നത്. നമുക്കിത് ഗോപ്രോ ഹീറോ 10 4.0 ആണ് വന്നിരിക്കുന്നത്. ചെറിയ അപ്ഡേഷൻ. ഗോപ്രോ 10 വെച്ച് നോക്കുമ്പം 9 അപേക്ഷിച്ച് 10 വന്നിട്ടുള്ളൂ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുണ്ട്. ഗോപ്രോയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ഉണ്ട്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിനകത്തും ഉണ്ട്, ആപ്പിളിൻ്റെ. പിന്നെ എക്സ്ട്രാ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ആണ്. ഞങ്ങൾ വണ്ടിയുടെ തന്നെ കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വണ്ടിയുടെ യൂസർ റിവ്യൂ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഇട്ട് ഓർവ്യൂ എടുക്കുക അടിപൊളിയായിരുന്നു. ഇവിടെ ഇട്ട് വീഡിയോ എടുക്കുക സൂപ്പറായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഫോഴ്സിൻ്റെ ഗൂർക്ക എന്ന് പറയുന്ന മോഡലാണ്. 2019 BS4 മോഡലാണ്. നമ്മുടെ ഫ്രണ്ട് അഭിലാഷിൻ്റെയാണ്, ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് അവനെ ഒന്ന് വിളിച്ചിട്ട് ഇതിൻ്റെ ഓവർവ്യൂവും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ചോദിക്കാം. പിന്നെ ഇൻസൈഡ് കയറിയിട്ട് ഇൻറ്റീരിയറും ഫുള്ള് അവൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. വണ്ടിപ്രാന്തമാർ ഇഷ്ടംപോലെ ഉണ്ട്. അതിലൊരു വണ്ടിപ്രാന്തലാണ് ഇതിൻ്റെ ഓണർ. നമുക്ക് അവനെ വിളിച്ചിട്ട് കാര്യം ചോദിക്കാം. അഭിലാഷ്, ഓക്കെ, അപ്പോൾ ഇതാണ് അഭിലാഷ്. അഭിലാഷ് എൻ്റെ കൂടെ 10 വരെ പഠിച്ചതാണ്. അപ്പോൾ അവൻ്റെയാണ് വണ്ടി, അവൻ്റെ വീട്ടിലെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അഭിലാഷ്, നീ വണ്ടിയെ കുറിച്ചിട്ട് എന്താണ്, നീ എത്ര വർഷം ഇപ്പോൾ ഓടിക്കുന്നു? 3 വർഷമായിട്ട് ഓടിക്കുക. അപ്പോൾ എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അഭിലാഷാണ് ഫുള്ള് വണ്ടി ഓടിക്കുന്നത്. അഭിലാഷ് വേറെ ആർക്കും വണ്ടി കൊടുക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് ഇരുത്തുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഓടിച്ചൊന്നുമില്ല. വണ്ടി അപ്പോൾ ആർക്കും കൊടുക്കത്തില്ല. നീ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞതാ. ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഒരാൾക്ക് അവൻ കൊടുത്തിട്ടുള്ളൂ. അത് ആരാന്ന് ഞാൻ ചോദിക്കും. ആർക്ക് കൊടുത്ത എന്തെന്ന് വെച്ചാലേ, അവൻ ഒരാൾക്ക് കൊടുത്തെന്ന് പറയുമ്പോൾ അത് അത്ഭുതമാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ വണ്ടി ആർക്കും അങ്ങനെ കൊടുക്കത്തില്ല. അവൻ മാത്രം എത്ര ലോങ് ആണെങ്കിലും അവൻ ഓടിക്കത്തുള്ളൂ. ആർക്ക് കൊടുത്തേ? ഷെഫിന്. ഓക്കെ, ഷെഫിൻ ഞങ്ങളോട് പഠിച്ചതാണ്. അവൻ ജീപ്പും കാര്യങ്ങളും എല്ലാം ഓടിക്കുന്നതാണ്. അപ്പോൾ അത് അത്ഭുതം തോന്നാൻ കാര്യമൊന്നുമില്ല. എങ്കിലും അത്ഭുതം ഉണ്ടാകും ഇവൻ കൊടുത്തല്ലോ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇത്ര ഒരു 47-50 അടുപ്പിച്ച് ഓടി, 1,00,000 കിലോമീറ്റർ അടുപ്പിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും പറയാം. വണ്ടി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ല വണ്ടിയാണ്. പിന്നെ മൈലേജ് ഒക്കെ കുറവാണെന്നേ ഉള്ളൂ. എങ്ങനെ ലോങ് ഓടാൻ എങ്ങനെ ഉണ്ട്? വണ്ടി ഓടാൻ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ് ലോങ് ഓടാൻ. ഇപ്പം നീ എത്ര വരെ ലോങ് ഓടിയിട്ടുണ്ട്? ഞാൻ കർണാടക, ചെന്നൈ നല്ലതാണ്. മൈലേജിന്റെ കാര്യം മോശമാണ്. ഓക്കെ, കുറവാണ്. ഓക്കെ, എങ്കിലും പറ മൈലേജിന്റെ കാര്യം പറ. മൈലേജ് 14 കിട്ടുന്നുണ്ട്. 14 കിട്ടുമോ? ഓക്കെ, അത്ഭുതം. എത്ര വെയിറ്റ് ആണ് വണ്ടി? വണ്ടി ഇപ്പം 2,500 കിലോ മേലുണ്ട്. 2.5 ടൺ ഉണ്ട് ഈ വണ്ടി. കാണും, മെറ്റലാണ്, ഫുള്ള് മെറ്റലാണ്, കാണും. അപ്പോൾ പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ആക്സസറീസ് ചെയ്തിട്ടുണ്ടോ അത് നിന്ന് മേടിച്ചതിന് ശേഷം? എക്സ്ട്രാ ആക്സസറീസ് എല്ലാം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഇതെല്ലാം കമ്പനി ആക്സസറി. അപ്പോൾ ഇതിന് നിങ്ങളെ വണ്ടി എവിടെ നിന്ന് എടുത്തേ? ഇതിന്റെ ഷോറൂം എന്തെങ്കിലും ഇവിടെയൊക്കെ ഉണ്ടോ? പത്തനംതിട്ട. നമ്മുടെ കൊല്ലം ജില്ലയിലില്ല? ഇല്ല, പത്തനംതിട്ടയല്ലേ ഉള്ളു. കൊല്ലത്ത് സർവീസേ ഉള്ളൂ. സർവീസ് ഉണ്ടോ? എവിടാ? രാമംകുളങ്ങര. എങ്ങനെയുണ്ട്? നീ സർവീസ് എവിടെ ചെയ്യുന്നത്? ഞാൻ പത്തനംതിട്ട ചെയ്യുന്നത്. അവിടെ തന്നെ മേടിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി ചെയ്യാം. അവിടെ ഒരു ഓടിച്ച് കൊണ്ടുപോയി ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിന്റെ ജസ്റ്റ് ഒരു ഓർവ്യൂ എനിക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാമോ? എനിക്ക് വണ്ടി കാണുമ്പോൾ എന്തോ തോന്നുന്നതെന്ന് അറിയാമോ? നമ്മുടെ ബെൻസിന്റെ ഒരു വണ്ടിയുണ്ട്, ജീവാഗൺ. അതിന്റെ സെയിം അത്രയും സെയിം എന്ന് പറയുന്നില്ല, എങ്കിലും ഏകദേശം ആ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട്. നമ്മൾ ജീവാഗന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് ടേൺ ഇൻഡിക്കേറ്റർ അല്ലേ? ഇതൊക്കെ സെയിം ജീവാഗന്റെ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു ഏകദേശം ഒരു സാമ്യം തോന്നുന്നുണ്ടല്ലേ ആ വണ്ടിയായിട്ട്. അപ്പോൾ ഇത് BS4 വണ്ടിയാണല്ലേ? ഇവിടെ ഗൂർക്കയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോഴ്സിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഒരു ഗൂർക്കയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. എന്താണ് നമ്മുടെ ഗൂർക്കകളുടെ ഇരിക്കുന്ന കത്തി അറിയാലോ, അതിന് ഒരു പേര് പറയാം, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അതും വെച്ചിട്ടുള്ളൊരു ബാഡ്ജിങ് ആണ് വരുന്നത് ഗൂർക്ക എന്ന് പറഞ്ഞ്. പിന്നെ BS4 എന്ന് പറയുന്ന സ്റ്റിക്കർ ഇവിടെ ഉണ്ട്. അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, അവിടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു വണ്ടിയുടെ CC ആണെന്ന് തോന്നുന്നു, 2.6 ലിറ്റർ ആണല്ലേ എൻജിൻ. ഓക്കെ, എക്സ്പ്ലോറർ എഡിഷൻ ആണ്. അതുപോലെ തന്നെ ബാക്കി ഓവർവ്യൂവിനകത്ത് ഇത്രയൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഫോഴ്സിൻ്റെ ഒരു ബാഡ്ജിങ്, ഇവിടെ ഒരു എംബ്ലം
ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഉള്ളത് വെച്ചിട്ടുള്ളതാണ്. എക്സ്ട്രാ ഒരു ആക്സസറി എന്ന് പറയാം അതിന്. പിന്നെ ഇത് ഗാർഡെല്ലാം വരുന്നതാണല്ലേ, ഹെഡ്ലൈറ്റ് ഗാർഡെല്ലാം കമ്പനി വരുന്നതാണ് ആക്സസറീസ്. പിന്നെ എന്തൊക്കെയാണ് ഇത് എക്സ്ട്രാ പറയാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു എന്താണ് ഇനി പറയുന്നത്, സ്നോർക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളെ ഓഫ് റോഡ് പോകുമ്പോഴുള്ള. ഓക്കെ, ഓഫ് റോഡ് പോകുമ്പോൾ എയർ ഇൻടേക്കിനാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വെള്ളം ലെവൽ കൂടുന്തോറും എയർ അകത്തോട്ട് പാടില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഒരു ഗൂഗിളുടെ ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. സ്റ്റിക്കർ അല്ലേ? സ്റ്റിക്കറാണ്. ഓക്കെ, അടുത്തത് ഇവിടെ ഒരു അടിപൊളി ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. 4x4x4 വണ്ടി 4x4 അല്ലേ? ഇതിന് 4x4 ഇല്ലാത്ത എഡിഷൻ വല്ലതും ഉണ്ടോ? ഇല്ലല്ലേ? ഉണ്ടോ? 5 ഡോർ ഉണ്ട്. 5 ഡോർ 4x4 അല്ല, നോർമൽ യൂസിന് വേണ്ടിയിട്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ BS4 ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു BS6 പുതിയ ഫുൾ ഡിസൈനിങ് മാറ്റിയിട്ടാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. കുറച്ചും കൂടി ഒരു ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ വണ്ടി? ഒരു അഗ്രസീവ് ലുക്ക് മാറിയിട്ടുണ്ടല്ലേ? എങ്കിലും ഉണ്ട്, ചെറുതായിട്ടുണ്ട് വണ്ടി, കുറച്ച് ക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ ബാക്കിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു കമ്പനി തന്ന പോർഷനാണ്. അപ്പൊ ഇത് ജെറിക്കാൻ അല്ലേ? ജെറിക്കാനുണ്ടോ അതോ? ഇല്ല, എടുത്തിട്ടില്ല. നിങ്ങൾ ഇത് വെച്ചിട്ടുണ്ടോ? അത്യാവശ്യം ഉപയോഗം വന്നാൽ പിന്നെ ഇത് ഫിറ്റ് ചെയ്യണ്ടല്ലോ, ജെറിക്കാൻ മേടിച്ചാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഇതാ ഈ ഒരു പോർഷനോ? ഫുഡ് സ്റ്റെപ്പ് കമ്പനി ആക്സസറി ആണ്. പിന്നെ ഇത് എന്താണ് പറയുന്നത്, നമ്മുടെ ട്രക്കൊക്കെ ലോഡ് വലിക്കാനാണെങ്കിലും. ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും ഇപ്പം സ്റ്റക്കായി പോവുകയാണെങ്കിൽ വലിച്ചെടുക്കാൻ വേണ്ടിട്ടല്ലേ? ഇപ്പൊ നമുക്ക് വേറൊരു വണ്ടിയും ടോ ചെയ്തെടുക്കാൻ വേണ്ടിട്ടല്ലേ? ടോ ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ, വേറൊരു വണ്ടി സ്റ്റക്ക് ആണെങ്കിൽ ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓക്കെ, ഇതാ ഇവിടെ ഒരു ഫോഴ്സിന്റെ ബാഡ്ജിങ് കൂടെ ഉണ്ട്. ഫോഴ്സിന്റെ ബാഡ്ജിങ് ഉണ്ട്, ചുറ്റും റൗണ്ട് ചെയ്ത് വരുന്നുണ്ടല്ലേ? എല്ലായിടത്തും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നിടത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്റ്റെപ്പിനെയാണ്. ഓക്കെ, ഇനി വേറെ സ്റ്റെപ്പിനെ അടിയിലൊന്നും ഇല്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വേറെ അങ്ങോട്ടൊന്നും ഇല്ല, ബാക്കിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കിനി ജസ്റ്റ് വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓവർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യല്ല, നോക്കിയിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാം, എന്തൊക്കെയാണ് ഇന്റീരിയറിൽ വരുന്നതെന്നുള്ള. 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് അതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് അത് വിശദമായിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ അതാ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. ഞാൻ കുറച്ച് ഇതിനകത്ത് ഇരുന്നിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് കുറച്ചൊന്ന് ട്രാവൽ ചെയ്തത്. അല്ലാതെ ഇടയ്ക്ക് നിങ്ങൾ എവിടെ പോയിട്ടുണ്ടായിരുന്നല്ലേ? വയനാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അല്ലേ പോയിട്ടുണ്ടായിരുന്നു? ഓക്കെ, അന്ന് എനിക്ക് വരാൻ പറ്റില്ല, മിസ്സായി പോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലേ? ചെയ്യാൻ പറ്റി. എവിടെയൊക്കെ പോകുന്നത് ഏകദേശം ഓഫ് റോഡിന്? വയനാട് മാത്രമേ 900 കണ്ടി പോയിട്ടുണ്ട്. 900 കണ്ടി കയറി. ഓക്കെ, നല്ല ഓഫ് റോഡിങ് ആയിരുന്നു അല്ലേ അന്ന്? 4600. നീ അതിന് മുമ്പ് ആ ഒരു രീതിയിൽ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആ രീതിയിൽ ചെയ്തിട്ടില്ല. മിസ് ആയിപ്പോയല്ലേ എനിക്ക് യഥാർത്ഥത്തിൽ. ഓക്കെ, അകത്ത് ഇന്റീരിയറിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇന്ത്യയിൽ പ്രത്യേകം ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. നമുക്ക് 4 വീലാണ് മെയിനായിട്ട്, ഗിയർ ബോക്സ്. എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഒന്നുമില്ല. ഇതിപ്പോ 4 വീൽ ഡ്രൈവിന്റെ അല്ലേ? ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്? 4 വീൽ ഹൈ ലോ ഇങ്ങനെയുള്ള ന്യൂട്രൽ ഇങ്ങനെയാണ് വരുന്നത്. 4 വീൽ ഇടുമ്പോൾ വരും, വർക്കിംഗ് ആവും. ഓക്കെ, ഇത് ലോ ഹൈ അങ്ങനെ. ഇത് നോർമൽ 2 വീൽ കിടക്കും. 2 വീൽ ഹൈ ഉണ്ടോ? 2 വീൽ ഹൈ ഇല്ല. 2 വീൽ ഇത് നോർമൽ 2 വീലിന് കിടക്കുവാണ്. ഓക്കെ. പിന്നെ ഡിഫ് ലോക്ക് ഉണ്ട്. ഡിഫ് ലോക്ക് ലോക്ക് ചെയ്ത് നോക്കി പിടിക്കാം നമുക്ക് വീലുകളെല്ലാം. ലോക്ക് ആക്കാല്ലേ? വീൽ ലോക്ക് ചെയ്യാൻ പറ്റുമല്ലേ? ഓക്കെ, എന്നിട്ട് പിന്നെ നോർമൽ 5 സ്പീഡ് ഗിയർ ബോക്സ്. 5 സ്പീഡ് ഗിയർ ബോക്സ്. എഞ്ചിൻ ഒരു 2600 cc എഞ്ചിനാണ്. എങ്ങനെയുണ്ട് പവറൊക്കെ? നല്ല പവറാണ്, കുഴപ്പമില്ല. ഓഫ് റോഡിങ് പോയപ്പോ നല്ലോണം ഫുള്ള് അറിയാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഇതിന്റെ ഫുൾ പവറും ഓഫ് റോഡിങ് കേപ്പബിലിറ്റി അല്ല. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന AC വെന്റ്സ് വരുന്നുണ്ടല്ലേ? പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ AC കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. 4 ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. ബേസിക് ആണ്. മീറ്റർ ഒന്ന് കാണിച്ചാൽ ചെറുതായിട്ട്. മീറ്റർ ബേസിക് ആണ് അല്ലേ? എല്ലാം ബേസിക് ആണ്. ഫ്യൂൽ ഇൻഡിക്കേറ്ററും പിന്നെ ടെമ്പറേച്ചർ ഗേജും ഓഡോമീറ്ററും സ്പീഡോമീറ്ററും കാര്യങ്ങളും ഉള്ളു. അവിടെ ഒരു ഗൂർക്കയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്, ഫോഴ്സ് വിത്ത് ഗൂർക്ക. പിന്നെ ഇത് റീസെറ്റ് ബട്ടൺ അല്ലേ? തൊട്ടടുത്ത് തന്നെ. പിന്നെ ഇത് RPM അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റർ. അത് കൊള്ളാം അല്ലേ? എക്സ്ട്രാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ അകത്ത് ഇന്റീരിയർ ഇതൊക്കെ മെറ്റലാണോ? എല്ലാം മെറ്റലാണ്. മെറ്റലല്ലേ? എല്ലാം മെറ്റലാണ്. ഫുള്ള് മെറ്റലായത്. ഓക്കെ, ഫുള്ള് മെറ്റലാണോ? എല്ലാം മെറ്റലാണ്. ഇത് പ്ലാസ്റ്റിക് അല്ലേ? ഫൈബർ അല്ലേ? ഇത് ഫൈബർ അത് ഫൈബറാണ്. മേലോട്ട് മെറ്റലാണ്. ഇത് മെറ്റൽ അല്ല, ഇതല്ല, ഈ ഒരു പോർഷൻ മെറ്റൽ.
അത് ഫൈബറാണ്. ഇത് മെറ്റലാണ്. ഇത് മെറ്റൽ. ഓക്കെ ഓക്കെ. പിന്നെ ഒരു സ്റ്റീരിയോ മാത്രമേ ഇരിപ്പുണ്ട്. അത് നമ്മൾ സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തതല്ലേ? വണ്ടിക്കകത്ത് ഇല്ല. ഇല്ല. ഒരു സൗണ്ട് സിസ്റ്റം വരുന്നില്ല വണ്ടി സ്റ്റോക്ക് ആയിട്ട് എടുക്കുമ്പോൾ. പവർ വിൻഡോ പോലും ഇല്ല. പവർ വിൻഡോ പോലും ഇല്ല. ഓക്കെ. പക്ഷെ ഇപ്പൊ വരുന്ന വണ്ടിക്കകത്ത് വരുന്നുണ്ട് കേട്ടോ. പവർ വിൻഡോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, പിന്നെ ഇതെല്ലാം വരുന്നുണ്ട്. സ്റ്റീരിയോ സിസ്റ്റംസ്, നാവിഗേഷൻ വരുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ അനുസരിച്ചാണോ? അല്ലല്ല, ഫുൾ ഓപ്ഷൻ തന്നെ ഉണ്ട്. സ്റ്റോക്ക് വണ്ടിയിൽ തന്നെ വരുന്നുണ്ട്, ലോ വേരിയന്റിൽ തന്നെ. ഓക്കെ. പിന്നെ നമുക്ക് ഭയങ്കര വെയിൽ കേട്ടോ, വിയർക്ക് വരുന്നു. അല്ല, ABS ഇല്ലല്ലേ? ABS ഇതിനുണ്ടല്ലോ. ഇതിന് ABS ഉണ്ട്. ABS സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. 4-wheel ഡ്രൈവ് ആണ്. പിന്നെ ട്രാക്ഷൻ കൺട്രോളും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പുതിയ മോഡലിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. ട്രാക്ഷൻ കൺട്രോൾ, മൈലേജ് അറിയാൻ പറ്റില്ല. ഇത്ര ബാലൻസ് എത്ര കൂടും എന്നുള്ളത്. ഓക്കെ ഓക്കെ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. ചെയ്തോ? എവിടെ? എറണാകുളത്ത്. നീ പിന്നെ ഫുൾ ടൈം ഇവൻ വണ്ടിയിലാണ് കേട്ടോ. ഇവൻ ഞാൻ ഇന്നാളെ വണ്ടിയുടെ ഒരു ഇതിന് വേണ്ടിട്ട് വിളിച്ചപ്പം ഇയാൾ ഇവിടെ ഇല്ലായിരുന്നു. തൃശ്ശൂരായിരുന്നു. ഓക്കെ. പിന്നെ നീ ലോങ് എവിടെയൊക്കെ പോയിട്ടുണ്ട് വണ്ടിയില്? കർണാടക പോയിട്ടുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്. കർണാടക പോയിട്ടുണ്ട്. ഫുൾ ടൈം നീ നോട്ടിച്ച്? ആർക്കും കൊടുത്തില്ല. എത്ര ദിവസം എടുത്ത് പോയിട്ട്? 9 മണിക്കൂർ എടുത്തോളൂ കർണാടക 1 ട്രിപ്പ്. അതല്ല, എത്ര ദിവസത്തെ യാത്രയ്ക്കാ പോയത്? 4 ദിവസത്തെ. ഓക്കെ. പിന്നെ ചെന്നൈയിൽ കണ്ട് ഈ ഇടയ്ക്ക് പോയായിരുന്നു ഒരു കല്യാണത്തിന് കണ്ട്. അത് നീ ഫുള്ള് നീ ഓട്ടിച്ചു? ഓക്കെ. ഇവ അങ്ങനെ വണ്ടി വേറെ ആർക്കും കൊടുക്കത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞ് ഓർത്ത് വെച്ചോ. അതുകൊണ്ട് ഇവന്റെ അടുത്ത് തന്നെ കറക്റ്റ് ആയിട്ട് ഇതിനെ പറ്റി ചോദിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവ ഇത്രയും 1.5 ലക്ഷം അടുപ്പിച്ച് കിലോമീറ്റർ ഓടിച്ചത് ഇവൻ തന്നെയാണ്. ഓക്കെ. പിന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ പിന്നെ എന്തൊക്കെയാ വരുന്നത്? ബാക്കിലോട്ട് പ്രത്യേകിച്ച് ചില സൈഡ് സീറ്റ് ആണ് വരുന്നത്. ബാക്കിലോട്ട് വരുവാണെങ്കിൽ സൈഡ് സീറ്റേ ഉള്ളൂ. ഇവിടെ 2 സീറ്റിംഗ്. എത്ര കപ്പാസിറ്റിയാ പറയുന്നവര്? 8 കപ്പാസിറ്റിയാ ബാക്കിൽ പറയുന്നത്. മൊത്തത്തിൽ വണ്ടിയിൽ മൊത്തത്തിൽ 8 കപ്പാസിറ്റിയാ പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ വേറൊരു ഓപ്ഷൻ ഏതാ? 5 സീറ്റർ ഉണ്ടല്ലേ? അതിനകത്തും സീറ്റിംഗ് കപ്പാസിറ്റി 11 വരും അല്ലേ? ഓക്കെ. അത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഈ രീതിയിലാണോ? അതോ ഓക്കെ ശരിയാ. ഓക്കെ. 5 ഡോർ വരും. എന്നിട്ട് ഇവിടെ ഒരു ഡോർ ഇങ്ങനെ വരും, ബാക്കിൽ ഒരു ഡോർ വരും അല്ലേ? ഓക്കെ. ഇവിടെ 2 ഡോർ വരും അല്ലേ? 2 ഡോറും പിന്നെ സീറ്റിംഗ് ചരിഞ്ഞ് വരും അല്ലേ? ഓക്കെ. 2 റോ വരും എന്നൊരു സീറ്റ്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? പിന്നെ 4 വീല് ഇപ്പൊ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങള് ചെറിയൊരു ഓഫ് റോഡിങ് എല്ലാം ചെയ്യാൻ നോക്കി, പക്ഷെ ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. അപ്പോ ഓക്കെ. അപ്പൊ നമ്മൾ ചെറിയൊരു ഓഫ് റോഡിങ് എല്ലാം ഇവിടെ എങ്ങും ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഒരു രക്ഷയില്ല. നമുക്ക് ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് കിട്ടില്ല. പിന്നെ നിനക്ക് ഗിയർ ഇടാൻ പറ്റിയല്ലേ? ഓഫ് റോഡ് ഗിയർ ഇടയ്ക്ക് ഒരു വട്ടം ഇട്ട് അത് എന്താണ് വീല് കിടന്ന് കറങ്ങി. ഓക്കെ. അപ്പോ അല്ലാതെ ഒരു ഓഫ് റോഡ് അല്ലത്, നമ്മള് ജസ്റ്റ് കറങ്ങിയപ്പോ ഒന്ന് ഗ്രിപ്പിന് വേണ്ടി കിട്ടുന്നേ ഉള്ളു. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ വണ്ടിയുടെ ഒരു വീഡിയോ. നമുക്ക് ഇനി കുറച്ച് ഓഫ് റോഡിങ് വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ. നമുക്ക് നേരെ ഓഫ് റോഡിങ് ഇല്ല, നമുക്ക് നോക്കട്ടെ, മാക്സിമം ചെയ്യാൻ നോക്കാം. അവിടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് പോകാൻ പോകുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം, ഞാനുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. വാ.
നിങ്ങൾക്ക് വഴി ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കുറച്ച് മോശപ്പെട്ട വഴി തന്നെയാണ്. അപ്പോൾ വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇതിൻ്റെ സസ്പെൻഷൻ കാണിച്ചു തരാം കേട്ടോ. സസ്പെൻഷൻ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഓക്കെവാ. മതി മതി മതി, എത്ര മതി, കറക്റ്റാ. ഓക്കെ, അപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വിയർത്തു ഒരുപാട് വന്നു കേട്ടോ. ഇനി ഞങ്ങൾ പോവാണ്. ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി അവന് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അവനെ വിളിച്ചത്. അപ്പോൾ അവനൊത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറമാൻ വീട്ടിൽ കുറച്ച് ആവശ്യമായിട്ട് പോയിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് വന്നത്. വരുന്നത് ക്യാമറമാൻ ഓഫ് റോഡിങ് ചെയ്യുവാണ്. റോഡ് അത്രയ്ക്ക് വിഷയമാണ്. ഞാൻ റോഡ് കാണിച്ചു തരാം. അത്രയ്ക്ക് വിഷയമാണ് റോഡ്. ഇവിടുന്ന് പൈപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ എന്തൊക്കെ പൈപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കുടിവെള്ളത്തിൻ്റെ ആയിരിക്കും. അത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ആ പാറയുടെ മണ്ടയിൽ കൂടെ ഒക്കെ കയറ്റിക്കൊണ്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നത്. താഴെ ഒരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഇപ്പോൾ. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ക്ഷീണിച്ചു കേട്ടോ. നല്ല രീതിയിൽ ക്ഷീണിച്ച്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്താലോ. ഇത് നമ്മളെ ഹൈപ്പർ സ്മൂത്ത് ഒന്നും ഓണല്ല. വീഡിയോ ആണ്. എന്താ